ഇതും സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നടക്കാത്തൊരു കാര്യം. എൻ്റെ അടുത്ത് പലരും പോലും നടക്കില്ലത്. വൃത്തിയില്ലാത്ത ഒരാൾക്ക് ഒരു ലിറ്റർ പാല് വേണം, അവർ കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. ഈ ഇടത്തട്ടുകാരിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണാം ക്ഷീരകർഷകരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടൊക്കെ ഇപ്പോൾ ഇന്നും കാണാം. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ആരും ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല, ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. രാത്രി ഞങ്ങൾക്ക് നല്ലൊരു ക്വാണ്ടിറ്റി സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന പോലെയുള്ള കാണുന്ന പോലെയുള്ള നേരം എടുത്ത് നോക്കുമ്പോൾ മൊബൈലിൽ കാണുന്ന സെയിലാക്കുന്നതാണ്. അത് അങ്കമാലിയിലെ ജനങ്ങളെ വിശ്വസിച്ചാണ് പൗലോസേട്ടൻ ഈ ഒരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് പ്രായോഗികമാണോ എന്ന്. നമസ്കാരം. 24 മണിക്കൂറും ക്യാഷ് കൗണ്ടറിൽ ആളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മറ്റെങ്ങുമല്ല, അങ്കമാലി ടെൽക്കിന് സമീപമുള്ള മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ, ആലുവ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടത് സൈഡിൽ കാണുന്ന ഗേലോഡ് അന്ന മിൽക്കാണ്. ഇവിടെ പാലുൽപ്പന്നങ്ങളാണ് ആർക്കും ഏത് സമയവും 24 മണിക്കൂറും വന്ന് എടുക്കാവുന്നത്. അവർക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിലെ പേയ്മെൻറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാഷ് ബോക്സ് ഉണ്ട്, അവിടെ നിക്ഷേപിക്കാം. ആർക്കും ഏത് സമയം വരാം. എന്തായാലും അത് നടത്തുന്നത് മറ്റാരുമല്ല, അങ്കമാലിക്കാരുടെ പ്രിയങ്കരനായ മുൻ മുനിസിപ്പൽ ചെയർമാൻ പൗലോസ് ചേട്ടനാണ്. നമസ്കാരം പൗലോസ് ചേട്ടാ. ഇത് എന്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ കാരണം? കാരണം ആളില്ല, മറ്റേ വെൻഡിങ് മെഷീൻ പോലും ഉപയോഗിക്കുന്ന രീതിയിലല്ല. ആർക്ക് വേണമെങ്കിലും സാധനം എടുക്കാം, പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയാണ്. എന്താണ് ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങാൻ കാരണം? ഇന്ന് കേരളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാൻ പവർ പരമാവധി കുറച്ച് ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കാനുള്ള വഴിയെക്കുറിച്ച് അങ്ങനെ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു വിഷയം വന്നത്. സ്വന്തമായിട്ടൊരു ഫാമുണ്ട്, ഏകദേശം ഒരു 1000 ലിറ്ററോളം പാല് ഡെയിലി ഉണ്ടാകുന്നൊരു ഫാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഫാമിൻ്റെ ബിസിനസ് ക്ഷീരകർഷകർ മിക്കവാറും വളരെ ദാരുണമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തട്ടുകാരാണ് ഇതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത്. കർഷകർക്കും കിട്ടുന്നില്ല, അതേസമയം ഉപഭോക്താക്കൾക്കും കിട്ടുന്നില്ല. ഇടത്തട്ടുകാർക്കാണ് അതിൻ്റെ ലാഭം മുഴുവൻ പോകുന്നത്. ഈ ഇടത്തട്ടുകാരിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണാം ക്ഷീരകർഷകരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടൊക്കെ ഇപ്പോൾ ഇന്നും കാണാം. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ആരും ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല, ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. ചെറിയ ചെറിയ കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ്, ഇതിൻ്റെ ഈ ഇടത്തട്ടുകാരുടെ മാർജിൻ ഒഴിവാക്കിയിട്ട് നേരിട്ട് ഒന്നെങ്കിൽ അത് ഉപഭോക്താവിന് കിട്ടണം, അല്ലെങ്കിൽ കർഷകന് കിട്ടണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ എന്നെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ സ്വന്തം സ്ഥലമാണ്, വാടക കൊടുക്കണ്ട. ഇവിടെ സ്റ്റാഫില്ല, സ്റ്റാഫിന് സാലറി കൊടുക്കണ്ട. എൻ്റെ ഫാമിലെ പാലം കൊണ്ടുവരുന്നത് അതാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കണ്ടമാനം എക്സ്പെൻസുകൾ കുറവുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് എനിക്ക് വിൽക്കാൻ സാധിക്കും. വിൽക്കുന്നത് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവിടെ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല, സാധാരണ ജനങ്ങൾ 1 ലിറ്റർ പാൽ 1 ലിറ്റർ പാൽ ആവശ്യമുള്ളതിന് വരുന്നവരെ അവരും കൊണ്ട്. അപ്പോൾ അവർക്ക് കിട്ടും അതിൻ്റെ ബെനിഫിറ്റ്. ഇങ്ങനെ ഒരു സംവിധാനം എങ്ങനെയുണ്ട്? ഇത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാണ്. അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാളിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു ഇതിനെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ 24 hours അത് ലിസ്റ്റ് നിങ്ങൾ പൈസ ഇട്ടിട്ട് നിങ്ങൾ ആരും നോക്കാനുണ്ടാവില്ല. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ കേരളീയർക്കില്ല. പക്ഷേ വിദേശത്തൊക്കെ ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഇതുണ്ട്. ഇതിപ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ്. കാരണം ഏത് സമയത്തും നമുക്ക് പാല് വേണം. അതായത് ഇപ്പോൾ ഞാൻ 2 തൈര് പെട്ടെന്ന് വേണം തോന്നി, എൻ്റെ വീട് തൊട്ടടുത്താണ്. അതായത് തൈര് എടുത്തുകൊണ്ട് പോയി. ഇന്നലെ വന്ന് നെയ്യ് എടുത്തു. വിദേശത്ത് നിന്ന് പെട്ടെന്ന് മക്കൾ വന്നപ്പോൾ നെയ്യ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. എല്ലാം പ്യുവർ സാധനമാണ്. അതാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അതാണ് എൻ്റെ നൈബറുമാണ് ഈ പറഞ്ഞ പൗലോസ് ചേട്ടൻ. അപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു പ്രസ്ഥാനമാണത്. ഏത് സമയത്തും രാത്രി ആയാലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ പാലിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒന്ന് വളരെ യൂസ്ഫുള്ളാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാം, ഒന്ന് ഈ പാല് മറ്റുള്ള പാലുകൾ പോലെ കെമിക്കൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ അങ്കമാലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ നമുക്കൊരു പാക്കറ്റ് പാല് കിട്ടില്ല. ഒന്നിന് കട അടിച്ച് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സ്റ്റോർ ഉണ്ടാവും. ഇവിടെ നമുക്ക് രാത്രി ഏത് സമയത്തും വന്ന് നമുക്ക് സാധനങ്ങൾ പാലോ നെയ്യോ എന്തെങ്കിലും ചൂസ് ചെയ്യാം. രണ്ടാമത്തെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഗൂഗിൾ പേ സംവിധാനം ഉള്ളതുകൊണ്ട് അത് അങ്കമാലിയിലെ ജനങ്ങളെ വിശ്വസിച്ചാണ് പൗലോസേട്ടൻ ഈ ഒരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം. ഇനി ഇൻ കേസ് നമ്മുടെ ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ഇല്ലെങ്കിൽ പോലും പിറ്റേ ദിവസം വന്നാലും നമുക്ക് ക്യാഷ്
ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. അത് അങ്കമാലിയുടെ ഒരു പുതിയ സംസ്കാരമാണ്, ജനങ്ങൾ വിശ്വസിച്ചുള്ള സംസ്കാരമാണ് പൗലോസേട്ടൻ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. അതിന് ഒരു സമ്പൂർണ്ണമായൊരു വിജയം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന. കാരണം ഇങ്ങനെയുള്ളവരെടുക്കുന്ന ആ ഒരു റിസ്ക് ആണല്ലോ നമ്മളുടെ നാട്ടിൽ പുതിയ പുതിയ കൾച്ചറുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം. അതിന് എല്ലാവിധ ആശംസകളും ഉണ്ട്. അതായത് ഞാൻ ഇതിൻ്റെ ഹൈവേകളെ പോകുമ്പോൾ പാല് മേടിക്കാൻ ഈ ഇവിടെ നിർത്തിയ പാല് മേടിക്കുകയുള്ളൂ. കാരണം അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയ പാല് മേടിക്കുകയുള്ളൂ. ഓക്കെ. ഇന്നിപ്പോൾ പാലിനൊക്കെ എല്ലായിടത്തും എനിക്ക് തോന്നുന്ന വില 70-75 ലിറ്ററിന്. ഞങ്ങൾ എന്തായാലും ഈ കൗണ്ടറിൽ കൊടുക്കുന്നത് ഇപ്പോഴും 60 കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസുകൾ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് പ്രായോഗികമാണോ എന്ന്. ഞാൻ ഈ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് പോകുന്ന ഒരാളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 75 വയസ്സുകാരനൊരിക്കൽ എൻറോൾ ചെയ്തെന്ന് പേപ്പറിൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് അന്ന് എനിക്ക് 55 വയസ്സുണ്ട്. 75 വയസ്സുകാരനെ എൻറോൾ ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാന്ന്. അന്ന് ഞാൻ മുനിസിപ്പൽ ചെയർമാനാണ്. അപ്പോൾ അതിന് ആ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നെ കണ്ടെത്തി. അപ്പോൾ തന്നെ ഞാൻ സെർച്ച് ചെയ്ത് എവിടെ കിട്ടും അഡ്മിഷൻ. ബാംഗ്ലൂർ സർവേ ലോ കോളേജിൽ അവിടെ പോയി പ്രിൻസിപ്പാളിനെ പോയി കണ്ടു. അഡ്മിഷൻ കിട്ടി. എൻ്റെ മൂത്ത മകൻ അവിടെ ബാംഗ്ലൂർ NBDയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി പഠിച്ച് LLB പാസ്സായി. അതൊരു എന്താ പറയുക ഈ തിരക്കെതിരെ നീന്തുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞ മാതിരി ഇതും സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നടക്കാത്തൊരു കാര്യം. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നടക്കാത്തൊരു കാര്യമാണ്. ഞാൻ LLBക്ക് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു നടക്കാത്തൊരു കാര്യമാണ്. ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പറഞ്ഞു സ്വന്തമായിട്ട് മത്സരിച്ചേ ജയിക്കാൻ സാധ്യതയുള്ള തോൽപ്പിക്കാമെന്നല്ലാതെ ജയിക്കലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞ ചിന്തകൾക്ക് ആൻസർ കണ്ടെത്തുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആൻസർ കണ്ടെത്തുന്നതിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു വിജയിക്കുമെന്ന്. എന്തായാലും 1 മാസത്തിലേറെയായി നടത്തിയിട്ട് ഇന്ന് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ പാല് ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ പാൽ കൊണ്ടുണ്ടാക്കുന്ന നെയ്യ് 2 വെറൈറ്റി നെയ്യുണ്ട്. നറുനെയ്യുണ്ട്, സാധാ നെയ്യുണ്ട്. പിന്നെ തൈര്, പനിനീർ, പിന്നെ ബട്ടറുണ്ട്, കുപ്പിത്തൈര്. 3 വെറൈറ്റി ഉണ്ട്. കുപ്പിത്തൈരുണ്ട്, പാക്കറ്റ് ഉണ്ട്. പാലിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ ഫാമിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസാണ് ഞാനിവിടെ. ഇതിനകത്ത് ഒരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വെൻഡിങ് മെഷീനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇട്ടെങ്കിൽ മാത്രമേ ആ ഇത് ഓപ്പണായിട്ട് അത് വഴിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വന്നെങ്കിലും ഇത് എടുക്കാം, എന്നിട്ട് പേയ്മെൻറ്റ് ഇടാം. ഇങ്ങനെ പേയ്മെൻറ്റ് ഇടാതെ ആരെങ്കിലും ഇത് അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയില്ല. ഇതേവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ 1 പാക്കറ്റ് 2 പാക്കറ്റിൻ്റെയൊക്കെ വല്ല ഡിഫറൻസ്. അത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്നലെ ഞാൻ ഗൂഗിൾ പേ ചെയ്തപ്പോൾ പൈസ പോയി എന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ പൈസ പോയിട്ടില്ല, ഞാനതിപ്പോൾ ചെയ്യാണ്ട് വന്നു പറഞ്ഞ് രണ്ടാമതൊന്നും ചെയ്തു. അപ്പോൾ അന്നത്തെ ചിലപ്പോൾ 2 പാക്കറ്റ് പാലിൻ്റെ ഷോർട്ട് കാണിക്കും എൻ്റെ അക്കൗണ്ടിൽ. പക്ഷേ പിറ്റേ ദിവസം മേക്കപ്പായി. അതല്ലാതെ ആരും മനഃപൂർവ്വം വന്ന് ഇതുവരെ ഡിസ്റ്റർബ് ചെയ്തല്ല എൻ്റെ അനുഭവത്തിന്. വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ഷോപ്പ് പോകുന്നത്. ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു റിസൾട്ട് എന്നറിയാമോ, ഞാൻ ഇങ്ങനെ അന്ധമായിട്ടൊരാൾ വരുന്നവരെ വിശ്വസിക്കുമ്പോൾ അവർക്ക് തോന്നലെന്നറിയാമോ, ഞങ്ങളെ യാതൊരു ആരെന്നറിയില്ല എന്തെന്നറിയില്ല ഒന്നും അറിയാതെ ഒരാൾ ഇത്രയും അന്ധമായിട്ട് വിശ്വസിച്ചൊരു സാധനം തരുമ്പോൾ അതിനകത്തൊരു നീതി പുലർത്തണമെന്ന ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് അവർ ജനറേറ്റ് ചെയ്യും. അതാണ് വേറെ കാര്യം. അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് ഇതേവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഈ ആളുകൾ ഇവിടെ വന്ന് വാങ്ങിയവർ വിളിക്കാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും വിളിക്കാറുണ്ട്. പലരും വിളിച്ചിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ട്, അനുഭവത്തിലുണ്ടായില്ല ഇതുവരെ. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങി വന്നേമേ 12 മണിക്ക് 1 മണിക്കൊക്കെ വന്നേമേ അവരിവിടെ വന്ന് വണ്ടി എടുത്ത് സാധനം എടുത്തിച്ച് പോകണം. അതുപോലെ തന്നെ ലേറ്റായിട്ട് വല്ല സെക്കൻഡ് ഷോയ്ക്ക് പോയി വന്നു. അതുപോലെ പുറമെ യാത്ര കഴിഞ്ഞ് വന്നു. ഓൺ ദി നാഷണൽ ഹൈവേ കാരണം ഓൺ ദി വേയിൽ പോണവർക്കൊക്കെ കാണാറുള്ളത്. ഞാൻ എന്തായാലും കുറേ കാലങ്ങളായിട്ട് ലൈറ്റ് ഫുള്ളായിട്ട് ഇടും വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം രാത്രി ഞങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റി സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന പോലെയില്ല, കാണുന്ന പോലെയില്ല. നേരം എടുത്ത് നോക്കുമ്പോൾ മൊബൈലിൽ കാണുന്ന സെയിലായിട്ട് കാണും. ഇപ്പം ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം എന്ന നിലയിൽ ക്യാമറ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ ഞാനിതേവരെ ക്യാമറയുടെ ഇതിലൊന്നും റിസൾട്ടിലൊന്നും പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ക്യാമറ ഇപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് ഒരാൾ എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ മൊബൈലിൽ ബീപ്പ് സൗണ്ട് ഉണ്ടാവും, അലർട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ആൾ മെറ്റീരിയൽസ് എടുക്കുന്നതൊക്കെ എനിക്ക് കാണാം. ഇതിനകത്ത് സൗണ്ട് വരെ സംസാരിക്കുന്നത് അതുവരെ കേൾക്കാൻ എനിക്ക് ഇതിനകത്ത് ക്യാമറയിൽ. അവർ ക്യാഷ് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിലേക്ക് അപ്പം തന്നെ അലർട്ട് വരും, അത്രയും കൊണ്ട് അതിനകത്ത് വന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതേവരെ എനിക്ക് അങ്ങനെ ഒരു തിക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വളരെ നല്ല പോസിറ്റീവ് ആൻസറാണ്. അഥവാ ആരെങ്കിലും ഇപ്പോൾ കൈ കാശൊന്നും ഇല്ല ഇവിടെ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയാളെ ഇത് വെച്ച് പിടിക്കാൻ പറ്റും? ഇല്ല, ഞാൻ അതിന് തുനിയുന്നില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ എന്നാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ 1 ലിറ്റർ പാല് വേണം, അവർ കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല.
കാലങ്ങൾ മാറി നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒരു എക്സാമ്പിൾ വന്നത് ഒരു 10-30 വർഷം മുമ്പൊക്കെ ഒരു ഹോട്ടലിൽ കയറി ഒരു പയ്യന് ഊണ് കഴിച്ചാൽ കാശില്ലാതെ ഊണ് കഴിച്ചാൽ അവനോട് വിറക് കരിച്ചാൽ വെള്ളം കരിച്ചിട്ടേ അവന് വിടുള്ളൂ. ഇന്ന് അങ്ങനെയാണോ? ഇന്നല്ല, ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്ത് മുമ്പ് പോയിക്കോളം പറയും. നമ്മളായാലും പുറത്ത് വെച്ച ഒരാൾ കാണാനാണ് ചേട്ടാ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവന് ആവശ്യമുള്ള കയറി സാധനം കഴിച്ചോളം പറയും. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ കാലങ്ങൾ മാറി, ജനങ്ങളുടെ മൈൻഡ് മാറി, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എന്തായാലും പൗലോസേട്ടൻ്റെ മനസ്സതാണ്. സ്വതന്ത്രനായി നിന്ന് ജയിച്ച് പിന്നീട് മുനിസിപ്പൽ ചെയർമാൻ വരെ ആയതാണ് അങ്കമാലിയിൽ. അങ്ങനെയുള്ള ഈ അങ്കമാലിയിലെ ജനങ്ങളെ അദ്ദേഹം വിശ്വാസത്തിലെടുക്കുന്ന അങ്കമാലിക്കാർ മാത്രമല്ല, അറിയാം കേരളത്തിലെ മുഴുവൻ ആൾക്കാരും സഞ്ചരിക്കുന്ന നാഷണൽ ഹൈവേയുടെ ഓരത്ത് തന്നെയാണ് ഇവിടെ. ആർക്ക് വേണമെങ്കിലും വന്ന് എടുക്കാം. അവരെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഷോപ്പ് നിർമ്മിച്ച് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരും ഇതുവരെ അദ്ദേഹത്തെ കബളിപ്പിച്ചിട്ടില്ല. ഇനി കബളിപ്പിച്ചാലും അദ്ദേഹം അത് ക്ഷമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.